ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഈമാനിന് വേണ്ടി ഫറോവയുടെ കിങ്കരന്മാർ ചെയ്ത ഉപദ്രവങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ? ആഗ് ഹേ ഔലാദ് ഇബ്രാഹിം ഹേ നമ്രൂദ് ഹേ, ആഗ് ഹേ ഔലാദ് ഇബ്രാഹിം ഹേ നമ്രൂദ് ഹേ, ക്യാ ഫിർ കിസി കോ കിസി കാ ഇംതിഹാൻ മഖ്സൂദ് ഹേ. അല്ലാമ ഇഖ്ബാൽ ചോദിക്കുന്നുണ്ട്, ആഗ് ഹേ എന്ന് തീയുണ്ടല്ലോ, ഔലാദ് ഇബ്രാഹിം ഹേ, ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ മക്കളുണ്ടവരുടെ ഡിസെൻഡൻസ്, അറബികളായവർ, മുസ്ലിമീങ്ങളായ ആളുകൾ മുഴുവനും ഇബ്രാഹിം നബിയുടെ പിന്മുറക്കാർ എമ്പാടും ലോകത്ത് ബാക്കിയുണ്ടല്ലോ. നമ്രൂദ് ഹേ, ഇസ്ലാമിനോട് ദേഷ്യം പറയുന്ന, ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന നമ്രൂദ്മാർ ഇന്നും ലോകത്ത് എത്രയോ ഉണ്ടല്ലോ. ഇസ്ലാമിനോട് അലർജിയുള്ളവർ, മുസ്ലിമീങ്ങളോട് പ്രത്യേകിച്ച് വൈരാഗ്യമുള്ളവർ എന്നുമുണ്ട്. എന്നിട്ടെന്തേ ഇബ്രാഹിം നബിയെ ആ നമ്രൂദ് ശിക്ഷിച്ച പോലെ, ഈമാനിന്റെ പരീക്ഷണം നടത്തിയതുപോലെ നമ്മുടെ ഈമാൻ പരീക്ഷിക്കാൻ എന്തേ ഒരു നമ്രൂദും ഇന്ന് രംഗത്ത് വരാത്തത്? നമ്മൾ അത്രക്ക് മോശക്കാരായോ എന്ന് ഇഖ്ബാലിന്റെ ഒരു ചോദ്യമുണ്ട്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൂടെ പറയട്ടെ. അച്ചാനി അല്ലൈലത ആതിയാനി, എന്റെ അരികത്തേക്ക് രണ്ടാളുകൾ ഇന്ന് രാത്രി വന്നു. അവർ രണ്ടുപേരും എന്റെ കൈപിടിച്ചെന്നെ കൊണ്ടുപോയി. അല്ലാഹുവിന്റെ റസൂലിന് മിഅ്റാജ് വേറെയും നടന്നിട്ടുണ്ട്, ഹബീബിന് സ്വപ്ന ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ വഹയാണല്ലോ. നബിതങ്ങൾ പറഞ്ഞു, എന്നോട് പറഞ്ഞവര് ആ രണ്ട് മാലാഖമാർ, നമുക്ക് പോകാം നബിയെ, നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ അല്ലാഹു നിർദ്ദേശിച്ച ഇടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ മലർന്നു കിടക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ അരികത്ത് മറ്റൊരാൾ പൊക്കിയാൽ പൊങ്ങാത്ത വലിയ പാറക്കല്ലെടുത്ത് തലയുടെ അരികത്ത് നിൽക്കുന്നുണ്ട്. ആ മനുഷ്യൻ കിടക്കുന്നു, അയാളുടെ തലയിലേക്ക് കല്ലയാൾ എറിയുന്നുണ്ട്. കല്ല് വീഴുമ്പോഴേക്കും തല ചതഞ്ഞ് ഇല്ലാതെയായി ആ കല്ല് റോൾ ചെയ്ത് ഉരുണ്ട് താഴെ പോകുമ്പോ ഈ കല്ല് തലയിലേക്കിട്ട മനുഷ്യൻ താഴെ ചെന്ന് ആ കല്ല് പെറുക്കി കൊണ്ടുവരാണ്. രണ്ടാമതും ഉരുട്ടിക്കൊണ്ടുവന്ന് ഇയാളുടെ തലപ്പുഴേക്കും പഴയ രൂപത്തിലേക്ക് തന്നെ മാറിക്കഴിഞ്ഞു. ഇയാളുടെ തലയിലേക്ക് ആ കല്ല് വീണ്ടും എറിയുന്നു, വീണ്ടും ഇടുന്നു, വീണ്ടും പൊട്ടിത്തകരുന്നുണ്ട്. അയാളുടെ തലച്ചോറ് പൊട്ടിത്തകരുന്നുണ്ട്. ആ കല്ല് ഉരുണ്ടുപോയി, വീണ്ടും അയാൾ കൊണ്ടുവരുന്നു. ഇങ്ങനെ നിരന്തരം ഒരു കാഴ്ച മുത്ത് നബിയെ കാണിച്ചു കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സുബ്ഹാനല്ലാഹ് മാ ഹാദാ, എന്താണ് ഞാൻ ഈ കാണുന്നത്? എന്താണ് ഇയാൾക്ക് സംഭവിക്കുന്നത്? ഫഖാലൽ മലകാൻ, രണ്ട് മാലാഖമാരും മുത്ത് നബിക്ക് മറുപടി കൊടുത്തു, നബിയേ, ഹാദർ റജുൽ, ഈ മനുഷ്യൻ, യഖുദുൽ ഖുർആന ഫയർഫുദു, വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലായതിന്റെ ശേഷം അത് ചെയ്യാതിരുന്ന ആളാണ്. വയനാമു അനിസ്സലാത്തിൽ മക്തൂബ, നിർബന്ധമായ നിസ്കാരം നിർവഹിക്കാതെ കിടന്നുറങ്ങുന്ന ആളാണ്, നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ആളാണ്. വയനാമു അനിസ്സലാത്തിൽ മക്തൂബ, സുബ്ഹി നിസ്കാരം അയാൾക്ക് കിട്ടാറില്ല. സൂര്യൻ ഉദിച്ചാലല്ലാതെ അയാൾ ഉണരാറില്ല. പ്രഭാത നിസ്കാരം അടക്കമുള്ള നിസ്കാരങ്ങൾ അലംഭാവത്തോടെ കണ്ട് നിസ്കാരം ഒരു തലക്ക് ഭാരമായിരുന്ന ആളുടെ തലയാണ് നബിയേ അല്ലാഹുവിന്റെ മലക്കുകൾ ഇവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ദുനിയാവിൽ 5 നേരം അല്ലാഹുവിന്റെ മുമ്പിൽ തലകുനിക്കാൻ പറഞ്ഞപ്പോൾ സാധിക്കാതെ പോയവർ, എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന് വേണ്ടി നമ്മൾ എന്ത് ത്യാഗമാണ് സഹിച്ചത്. ഈ പറയുന്ന സൽക്കർമ്മങ്ങൾ അല്ലാഹു ഏൽപ്പിച്ചത് നമുക്ക് അല്ലാഹുവിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? കദാലികൽ അദാബ്, ഇങ്ങനെയാണ് ശിക്ഷ. വലഅദാബുൽ ആഖിറതി അക്ബർ ലൗ കാനൂ യഅലമൂൻ, പരലോകത്തിലേക്ക് എത്തിയാൽ ശിക്ഷ വേറെയുമുണ്ട്. നബിയെ, ഇത് ഖബറിന്റെ അകത്ത് നടക്കുന്ന അദാബിന്റെ ചിത്രമാണ്. നിസ്കരിക്കാൻ മടിയുണ്ടായിരുന്ന ആണും പെണ്ണും ഖബറിൽ പോയി കിടന്നാൽ അവിടെ അനുഭവിക്കുന്ന ശിക്ഷയുടെ രൂപമാണ്, ഒരു മിനിയേച്ചറാണ് നബിയെ ഈ മലക്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്.
ഖബറിന്റെ ഉള്ളിലെ ശിക്ഷയാണ് അത് നിസ്കരിക്കാത്തവന്റെ തല ഇടിച്ചു പൊളിക്കപ്പെടുന്നത്. വലഅദാബുൽ ആഖിറതി അക്ബർ, ആഖിറത്തിന്റെ ശിക്ഷ വളരെ കൂടുതൽ. ലൗ കാനൂ യഅലമൂൻ, അവർക്കിതൊന്നും അറിയുന്നില്ലേ? അവരെന്താ അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ ഒരുക്കമല്ലേ? ഈ ലോകം സംവിധാനിച്ചു തന്ന അല്ലാഹു, നടക്കാൻ കൈകാലുകൾ തന്നവൻ, കാണാൻ കണ്ണ് തന്നവൻ, കേൾക്കാൻ കാത് സംവിധാനിച്ചവൻ, ചിന്തിക്കാൻ ബ്രെയിനും തലച്ചോറും തന്നവൻ, ആ അല്ലാഹുവിന് ഒരു ദിവസം 20 മിനിറ്റെങ്കിലും കൊടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ലല്ലോ. റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ജീവനങ്ങ് പോയാലും ശരി, ഞങ്ങൾക്ക് ഈ ലോകത്തെ സർവ്വസുഖവും എല്ലാം നഷ്ടപ്പെട്ടാലും ശരി, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനെ കാണണം, അല്ലാഹുവിന്റെ അരികത്ത് പോകണം എന്ന് കൊതിച്ച് റബ്ബിന് വേണ്ടി ജീവൻ കൊടുത്ത മാഷിത്ത ബീവിയെ നമ്മൾ മറക്കരുത്. സഫിയ ബീവിയെ മറക്കരുത്. സുമയ്യ ബീവിയെ മറന്നുകൂടാ. ആസിയ ബീവിയെ മറന്നുകൂടല്ലോ. ആയിരക്കണക്കിന് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ. എന്തൊക്കെയാണ് ഈ ത്യാഗങ്ങളൊക്കെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമലാ أولئك لهم جنات عدن تجري من تحتهم الأنهار يحلون فيها من أساور من ذهب ويلبسون ثيابا خضرا من سندس واستبرق متكئين فيها على الأرائك نعم الثواب وحسنت مرتفقا. ഉമ്മമാരെ, സഹോദരന്മാരെ, അല്ലാഹു തആല നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് നമുക്ക് ചെയ്യാൻ സാധ്യമല്ലാത്തവയല്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. നമുക്ക് സാധ്യമല്ലാത്തത് അല്ലാഹു നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ അല്ലാഹുവിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു ധൈര്യം എന്തുകൊണ്ട് വരുന്നില്ല? അല്ലാഹുവിനോട് ചോദിക്കണം. അല്ലാഹുവേ, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, ഞങ്ങളുടെ ഹൃദയം നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തിത്തരണേ. കാന അക്സറ ദുആഇ, രാത്രി നേരത്ത് വുദൂ ചെയ്ത് മുത്തനബി തഹജ്ജുദ് നിസ്കരിക്കുമ്പോ ആ സുന്നത്ത് നിസ്കാരങ്ങളിൽ തഹജ്ജുദ് നിസ്കാരത്തിൽ നബി തങ്ങൾ സുജൂദിൽ വന്നാൽ ദുആ ചെയ്യുന്നത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ എപ്പോഴും കേട്ടിരുന്ന ദുആയുണ്ട്. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഖൽബിനെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തിത്തരേണമേ. അല്ലാഹുവിനോട് നമുക്കും ദുആ ചെയ്യാം. അല്ലാഹുവേ, സത്യം എന്താണെന്ന് അറിഞ്ഞതിന്റെ ശേഷം, എവിടെയാണ് ഹഖ് എന്ന് മനസ്സിലായതിന്റെ ശേഷം, എന്താണ് നല്ലത് എന്നറിഞ്ഞതിന്റെ ശേഷം, എന്താണ് ചീത്ത എന്ന് മനസ്സിലായതിന്റെ ശേഷം, നന്മയുടെ പക്ഷത്തും മരണം വരെ നിൽക്കാൻ അല്ലാഹുവിനോട് സഹായം തേടണം. അല്ലാഹുവിനോട് ചോദിക്കണം. യാ മുഖല്ലിബൽ ഖുലൂബ്, എല്ലാവരും ഒന്ന് ചൊല്ലിക്കോളൂ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഒന്നുകൂടെ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. മുത്തുനബിയാണ് അല്ലാഹുവിനോട് ദുആ ചെയ്തത്. അല്ലാഹുവേ, എന്റെ ഹൃദയം നീ പിടിച്ചു നിർത്തി തരണമേ. അല്ലാഹു നമ്മുടെ ഖൽബിന് ഉറപ്പ് തരട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد
وعلى آل سيدنا محمد وبارك وسلم